ഭിന്നശേഷി ശാക്തീകരണ പദ്ധതികൾക്ക് രൂപം നൽകാൻ ഭിന്നശേഷി വാർഡ് സഭയുമായി പൊന്നാനി നഗരസഭ. പൊന്നാനി നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രത്യേക പദ്ധതി രൂപീകരിക്കുന്നതിന് ഭിന്നശേഷി സ്പെഷ്യൽ വാർഡ് സഭ ചേർന്നു. ഭിന്നശേഷിക്കാർക്ക് പ്രിവിലേജ് കാർഡ്, കലാകായിക മേഖലയിൽ മികവ് പുലർത്തുന്നവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സഹായങ്ങൾ, ഭിന്നശേഷി പാർക്ക്, ഡേ കെയർ സെന്റർ, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ഇലക്ട്രിക് വീൽചെയർ അറ്റാച്ച്ഡ് ബാത്റൂം, ബോധവൽക്കരണ സദസ്സുകൾ തുടങ്ങി നിരവധി ആശയങ്ങളാണ് വാർഡ് സഭയിൽ ഉയർന്നു വന്നത്. RV പാലസിൽ നടന്ന വാർഡ് സഭ നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളിൽ മെയിൻ്റെനൻസിന് ഫാന് കാര്യങ്ങൾക്കുള്ള മെയിൻ്റെനൻസിനുള്ള ഞാൻ ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ ഫാന് കാണാത്തപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എങ്ങനെയാണ് കുട്ടികൾ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ്റെനൻസ് ഉള്ളത് ഫണ്ട് കാര്യങ്ങൾ അവിടെ പാസ്സായിട്ടുണ്ട്. ആ കാര്യങ്ങൾ അടുത്ത് തന്നെ നടക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയാണ്. പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലായാലും ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ട്. അത് ഇപ്പോൾ വേണ്ട രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോവും. വരുന്ന ആളുകളോടത് പറഞ്ഞുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് ചിലവഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങും. പിന്നെ അവർ പറഞ്ഞത് നമ്മുടെ CV ജംഗ്ഷനിലുള്ള അവിടെ എന്തെങ്കിലും അങ്ങനെ കിയോസ്ക് പോലെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ആ സ്ഥലം ആദ്യം വിട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ് സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ, കൗൺസിലർമാരായ P ഷംസുദ്ദീൻ, ഗംഗാധരൻ, CDS പ്രസിഡന്റുമാരായ ധന്യ, ആയിഷ ബി എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഹസീന നന്ദി പറഞ്ഞു.